പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 1ലെ പേജ് നമ്പർ 10ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഫിഗർ ഇറ്റ് ഔട്ട് കാണുന്നതിന് മുൻപ് ഞാൻ എടുത്തിട്ടുള്ള ബാക്കി പോർഷൻസിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ട് നന്നായി മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? അപ്പോൾ നമുക്ക് 4 നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത് എപ്പോഴാണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0, 1, 4, 5, 6, 9 ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറയാം. ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞായിരുന്നു. 0, 1, 4, 5, 6, 9 ഇങ്ങനെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ നോക്കിയേ. നമ്മുടെ ഫസ്റ്റ് നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ വൺസിൻ്റെ പ്ലേസിൽ എന്താണ്? 2 ആണ്. 2 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ 2032 ends in 2 at the units place, so it is not a perfect square. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി അടുത്ത 2048 ഇതിൻ്റെയും യൂണിറ്റ് പ്ലേസ് 8ലാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അടുത്തത് ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് 7ലാണ് എൻഡ് ചെയ്യുന്നത്. 7ൽ എൻഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അടുത്തത് 1089 ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് 9 ആണ്. അപ്പോൾ 9ൽ എൻഡ് ചെയ്താൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 1089 ആണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളത്. ബാക്കി 3 എണ്ണവും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ എമംഗ് 64 സ്ക്വയർ, 108 സ്ക്വയർ, 292 സ്ക്വയർ, 362 സ്ക്വയർ ഹാസ് ലാസ്റ്റ് ഡിജിറ്റ് 4? അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതിനാണ് ലാസ്റ്റ് ഡിജിറ്റിൽ 4 വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 4 ലാസ്റ്റിൽ 4 വരണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കണം വരുന്നത്? ലാസ്റ്റിൽ 4 വരണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 2 ആയിരിക്കണം അല്ലെങ്കിൽ 8 ആയിരിക്കണം. ഇതിൽ രണ്ടിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. 2 2s are 4, 8 8 are 64. 64ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണല്ലേ. അപ്പോൾ 2ൻ്റെയും 8ൻ്റെയും 2ഉം 8ഉം ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് 64 സ്ക്വയർ. 64 സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ്. യൂണിറ്റ് ഡിജിറ്റിൽ 4 ആയതുകൊണ്ട് നമ്മുടെ സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്തായിരിക്കും? 6 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് 4 അല്ല അല്ലേ. ഇനി അടുത്തത് 108 സ്ക്വയർ. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ ഈ നമ്പറിൻ്റെ സ്ക്വയർ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ എന്തായിരിക്കും? 8 ആണെങ്കിൽ എന്തായിരിക്കും? 4 ആയിരിക്കും. അടുത്തത് 292 സ്ക്വയർ. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 2 ആണെങ്കിൽ സ്ക്വയർ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. അടുത്തത് 36 സ്ക്വയർ. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 വന്നാൽ സ്ക്വയർ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? ഇതിലേതിനാണ് ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതിനൊക്കെയാണ്? 108 സ്ക്വയറിനും 292 സ്ക്വയറിനുമാണ് അല്ലേ. അപ്പോൾ എന്ത് പറയാം? therefore 108 സ്ക്വയർ ആൻഡ് 292 സ്ക്വയർ have 4 as their last digit. Given 125 square is equal to 15,625. What is the value of 126 square? അപ്പോൾ നമുക്കിവിടെ 125 സ്ക്വയർ 15,625 ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് 126 സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട്
പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് എന്ന് നമ്മൾ പറയണം. 5 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 5 സ്ക്വയർ എന്ന് വെച്ചാൽ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 5 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് 5 സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, 5 സ്ക്വയർ എന്താണ്? 25 ആണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 1 + 3 + 5 + 7 + 9 അല്ലേ? 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സാണിത്. 3 + 1 4, 4 + 5 9, 9 + 7 16, 16 + 9 25. കണ്ടല്ലോ? അപ്പോൾ 5 സ്ക്വയർ എന്ന് വെച്ചാൽ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കും 5 സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ 125 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ഓഡ് നമ്പേഴ്സ് എവിടെ വരെ വരും? 125th ഓഡ് നമ്പർ വരെ വരും. അപ്പം 125 ഓഡ് നമ്പേഴ്സ് എഴുതുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ 1 + 3 + 5 + 7 + 9 അങ്ങനെ 125ാമത്തെ ഓഡ് നമ്പർ വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് 125 സ്ക്വയർ, അതായത് 15,625 എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ 126 സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 125 സ്ക്വയറിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും? 126ാമത്തെ ഓഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ 15,625 + 126 ഓഡ് നമ്പർ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 126ാമത്തെ ഓഡ് നമ്പർ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ 126th ഓഡ് നമ്പർ ഈസ് ഈക്വൽ ടു എന്താണ്? ഇക്വേഷൻ എന്തായിരുന്നു? 2n - 1 അല്ലേ? അപ്പോൾ 2 × n എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് 126 - 1. 126 × 2, 6 2s are 12, 2 2s are 4 + 1 5, 252. 252 - 1 is equal to 251. അപ്പോൾ 126 ഓഡ് നമ്പർ നമുക്ക് കിട്ടി, 251 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 126 സ്ക്വയർ എന്താണ്? 15,625ൻ്റെ കൂടെ 126 ഓഡ് നമ്പറായ 251 കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇവിടെ 4th ഓപ്ഷൻ ഉണ്ടല്ലേ? അപ്പോൾ എന്ത് പറയാം? therefore 4th ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 is the correct answer. Next question, find the length of the side of a square whose area is 441 meter square. അപ്പോൾ 441 meter square ഏരിയ ഉള്ള ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ എടുത്താൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇടയ്ക്ക് വരുന്ന ഈ പോർഷനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. അതെത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 441 മീറ്റർ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ എന്ന് പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 441 മീറ്റർ സ്ക്വയർ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ 441 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരേപോലത്തെ 2 നമ്പറിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 441 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ സൈഡ് സ്ക്വയർ ആണ് 441 മീറ്റർ സ്ക്വയർ. അപ്പോൾ സൈഡ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം?
ഈ 441ൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇല്ലെങ്കിൽ ഈ 441ൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ ഇവിടെ 441നെ നമുക്ക് 3 കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓഡ് നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ 4ൽ 3 1 ടൈം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1 × 3 3. ആ 3യെ 4ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യും. 4 - 3 is 1. ആ 1 നമ്മൾ അടുത്ത ഡിജിറ്റിന് കൊടുക്കും. അപ്പോൾ ഇത് 14 ആവും. 4 3s are 12. 14 - 12 is 2. ആ 2വിനെ നമ്മൾ അടുത്ത ഡിജിറ്റിന് കൊടുക്കും. അപ്പോൾ 21 ആവും. 7 3s are 21. 7 കൊണ്ട് ചെയ്യാം അല്ലേ? 7 കൊണ്ട് ചെയ്യാം. 7 2s are 14. 7 × 1 is 7. ഇനി വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 7 3s are 21. 7 1. അപ്പോൾ നമ്മൾ 441നെ ചെയ്തപ്പോൾ നമുക്ക് 3 × 7 × 3 × 7 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്? 3 × 7 സ്ക്വയർ ആണ്. അതായത് 3 × 7 2 ടൈംസ് ഉണ്ട്. 7 × 3 21 സ്ക്വയർ. അപ്പോൾ 441 എന്ന് പറയുന്നത് എന്താണ്? 21 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 441 എന്ന് പറയുന്നത് എന്താണ്? 21 ആണ്. Therefore, the length of this side of the square is 21. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.